ഹലോ മക്കളെ, ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് ഒക്കെ സെറ്റ് ചെയ്ത പോലെ മിസ് എന്ത് ചെയ്യാം, കുറച്ച് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററായ ഡൈവേഴ്സ് ഇൻ ഓർഗാനിസം എന്ന് പറഞ്ഞ ജന്തുജാലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എങ്ങോട്ടാണ് മിസ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നോക്കടാ, ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് ബട്ടർഫ്ലൈ കാണുന്നില്ലേ? ബട്ടർഫ്ലൈ എന്തായി മാറുന്നുണ്ട്? ചെറിയൊരു പുഴുവായി മാറുന്നുണ്ട് അല്ലേ. നോക്കിയേ, അതേപോലെ തന്നെ എന്താണ് ഹൗസ് ഫ്ലൈ അല്ലേ, ഈച്ചയും എന്താണ് ചെറിയൊരു പുഴുവൊക്കെ ആയി മാറുന്നുണ്ട്. എങ്ങനെയാണ് ഇവ ഇങ്ങനെ പുഴുവായിട്ട് മാറുന്നത് എന്നറിയോ? അതാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് അല്ലേ. നമ്മൾ നോക്കിയടാ, ബട്ടർഫ്ലൈ അല്ലേ. ബട്ടർഫ്ലൈ എന്ത് ചെയ്യുക, മുട്ട ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോർമലി എന്താണ് ബട്ടർഫ്ലൈനെ പോലെ അതേപോലെ ഇതിൻ്റെ പാരൻസിനോട് സാദൃശ്യമുള്ള അതേപോലെയുള്ള അതേപോലെയുള്ള ഇൻസെക്റ്റ് എല്ലാം ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് അതായത് ചെറുതായിട്ടുള്ള വേംസ് അല്ലേ, വേം മോഡൽ. അതായത് എന്താണ് നമ്മൾ പാറ്റകളെ അല്ലേ, അല്ലെങ്കിൽ പുഴുക്കളെ മോഡലുള്ള പുഴുക്കള മോഡലിലെ കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലേ. ഇത് നമുക്ക് എന്ത് വിളിക്കാന്നറിയോ? ഇതിന് നമുക്ക് എന്ത് വിളിക്കാന്നറിയോ? മെറ്റാമോർഫോസിസ്, അതായത് രൂപാന്തരണം. അതായത് പാരൻസിനെ പോലെ എക്സാക്ട്ലി അതേ കോപ്പി ആയിരിക്കൂല എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ എഗ്ഗ് വിരിഞ്ഞാൽ മുട്ട വിരിഞ്ഞാൽ ഉണ്ടാവുന്നത് അല്ലേ. അതെന്താണ് ലാർവയൊക്കെ ആയി മാറി. ലാർവ കുറേ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്, കുറേ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ പാരന്റിനെ പോലെ ആവുന്നത്. ഇൻസെക്റ്റിലുള്ള പ്രധാന കാര്യമാണ് മെറ്റാമോർഫോസിസ് അല്ലെ, രൂപാന്തരണം. ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാവില്ല അല്ലെ. ജീവികളിൽ അവിടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് നമ്മളെ പാരൻസിനെ പോലെയല്ല അല്ലെ, മാതൃജീവിയോട് എന്തുണ്ടാവില്ല, ഒരു സാദൃശ്യം ഉണ്ടാവില്ല. ഇൻ സം ക്രിയേച്ചേഴ്സ് ദ ലാർവേ ഡു നോട്ട് റിസംബിൾ ടു ദ പാരന്റ് അല്ലെ. അതെന്താണെടാ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടത്തിൽ കൂടി കടന്നു പോയതിനു ശേഷമാണ് എന്താകുന്നത്, മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകുന്നത് അല്ലേ. ആദ്യം എന്തുണ്ട്, ഇപ്പൊ ബട്ടർഫ്ലൈ അല്ലെ, ബട്ടർഫ്ലൈ മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്താവുന്നുണ്ട് ലാർവയൊക്കെ ആയി അല്ലേ. ലാർവയൊക്കെ ആയി കുറേ സ്റ്റേജസ് ഒക്കെ കുറേ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്താവുന്നത്, നമ്മുടെ പാരന്റ് അല്ലേ ആ ഒരു ബട്ടർഫ്ലൈനെ പോലെ ആവുന്നത് അല്ലേ. ഫസ്റ്റ് എന്തായിരിക്കും, ലാർവയായിരിക്കും. അത് കുറേ സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് എന്താവുന്നത് നമ്മളെ എക്സാക്ട്ലി ആ ഒരു പാരന്റിനെ പോലെ ആവുന്നത്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റാമോർഫോസിസ്. എന്നാണ് രൂപാന്തരണം. രൂപാന്തരണം കേട്ടോ. ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുകയാണ് ചെയ്യുക. അതായത് ഇൻ സം ക്രിയേച്ചേഴ്സ് ദ ലാർവേ ഡു നോട്ട് റിസംബിൾ to the parent. The larvae formed from the egg goes through different stages of growth and become a creature resembling the parent അല്ലെ. ഡിഫറെന്റ് സ്റ്റേജസിലേക്കൂടെ അല്ലെ, വിവിധ ഘട്ടങ്ങളിൽ കൂടെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കം എ ക്രിയേച്ചർ റിസംബ്ലിംഗ് ദി പാരന്റ്. ദിസ് ചേഞ്ച് ഈസ് കോൾഡ് മെറ്റാമോർഫോസിസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രൂപാന്തരണം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ?